അപ്പൊ നമ്മളൊരു ഹിന്ദിക്കാരനായ സർദാർജിയോട് പേര് ചോദിച്ചു. നമ്മൾ ആ സംസാരത്തിന്റെ തുടക്കത്തിലുള്ളത്. നമ്മൾ അദ്ദേഹത്തോട് പറയണം, അതെ കേട്ടിരിക്കുകയാണ്, സാറേ ഞാൻ ഡൽഹി പോവാണ്, സാറും നിങ്ങളും ഡൽഹിക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു. മറുപടി നമുക്ക് കേൾക്കാം. അതെ, ഞങ്ങൾ ഡൽഹി പോവുകയാണ്, എൻ്റെ പേര് സർദാർ എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ പറയുക? ജി ജി ഹം ലോഗ് ഭി ദില്ലി ജാ രേ, മേരാ നാം സർദാർ ഹേ. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അതിന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് അവിടെ. ജി ഹാ, അത് വലുതായിട്ടുണ്ട്. ജി ഹാ ഹം ദില്ലി ജാ. അപ്പൊ ഞങ്ങളും എന്നാണെങ്കിൽ ഹം ഭി ദില്ലി ജാ രഹേ ഹേ, ഹം ഭി ദില്ലി ജാ രഹേ ഹേ, ഞങ്ങളും ഡൽഹി പോവുകയാണ്. എൻ്റെ പേര് സർദാർ നമ്മുടെ എഴുതിയിട്ടില്ല. അത് എൻ്റെ പേര് മേരാ നാം സർദാർ ഹേ, മേരാ നാം സർദാർ ഹേ. ക്ലിയർ ആണോ? അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അതെ, യെസ് യെസ്. അതെങ്ങനെയാ പറയാ? ജി ജി ഹം ഭി അല്ലെങ്കിൽ ഹം ലോഗ് ബി. സംസാര ഭാഷയിൽ ലോഗ് എപ്പോഴും ഉപയോഗിക്കും. അവർ എന്താ പറയാ? ഓ വേ എന്നൊക്കെ പറഞ്ഞാൽ മതി. സോറി. അപ്പൊ സംസാര ഭാഷയിൽ അങ്ങനെ പറയുമ്പോൾ ഉൻ ലോഗ്, അവരെല്ലാവരും ലോഗ് ഉപയോഗിക്കും. ഓക്കെ, ഏതായാലും ഞങ്ങളും ഹം ഭി ദില്ലി ജാ രഹേ ഹേ, മേരാ നാം സർദാർ ഹേ. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കുക. അടുത്തത് അദ്ദേഹം പറയാണ്, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? അടുത്ത ചോദ്യം, താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാ രഹത്തെ ഹേ. എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ഹിന്ദിക്കാരനോട്. ആപ് കഹാ രഹത്തെ ഹേ. കാണുന്നുണ്ടോ? ആപ് കഹാ രഹത്തെ ഹേ. ആപ് താങ്കൾ കഹാ രഹത്തെ ഹേ, താങ്കൾ എവിടെ താമസിക്കുന്നത്? അദ്ദേഹം ചോദിക്കാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കാണ്, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ആ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ ആപ് ലോഗ് എന്ന് പറയാം. ഞങ്ങൾ പഞ്ചാബിലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പഞ്ചാബുകാരനായ ഒരാളോട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഈ മാറ്റർ മതി. അതോടുകൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഹിന്ദി ഭാഷ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. ശ്രദ്ധിക്കുക നിങ്ങൾ, ഞങ്ങൾ പഞ്ചാബിലാണ് താമസിക്കുന്നത്. ഹം പഞ്ചാബ് മേ രഹത്തെ ഹേ. ഹം, അവർ പറയാണ് ഇങ്ങോട്ട്, ഹം പഞ്ചാബ് മേ രഹത്തെ ഹേ, ഞങ്ങൾ പഞ്ചാബിലാ താമസിക്കുന്നത്. അല്ലെ കുട്ടികളോ അവർ ഹം ലോഗ് പഞ്ചാബ് മേ രഹത്തെ ഹേ. കണ്ടകള്, ഹം പഞ്ചാബ് മേ, ഇൽ എന്നർത്ഥം മേ എന്നുണ്ട്. രഹത്തെ ഹേ, അവിടെ ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുമ്പോഴും ഒരു ബഹുമാനമുള്ള വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ രഹത്തെ ഹേ എന്ന് പറയണം. രഹ്താഹേ എന്നുള്ള ഒരു പേഴ്സണാണ്, അതൊരു ബഹുമാനമില്ലാത്ത ആൾക്ക് രഹ്താഹേ എന്നും, സ്വന്തത്തെ കുറിച്ച് പറയുമ്പോൾ രഹ്താഹും എന്നൊക്കെ പറയണം. എന്നാൽ ഒന്നിലധികം പ്ലൂറൽ ഉപയോഗിക്കുന്നിടത്തും ഒരു ബഹുമാനം പറയുന്നത് രഹത്തെ ഹേ, ആപ് കഹാ രഹത്തെ ഹേ നേരത്തെ പറഞ്ഞു. ഓക്കെ ആണോ? അപ്പൊ ഞങ്ങൾ പഞ്ചാബിലാണ് താമസിക്കുന്നത്. അപ്പൊ ജി അച്ഛാ. അപ്പൊ അതേന്ന് ചോദിക്കാൻ എന്താണ്? അച്ഛാ അച്ഛാ. എപ്പോഴും പറയും അച്ഛാ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ശൈലി നിങ്ങൾ പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് സംസാരിക്കാം.